आज हम भी यहाँ भी आते हैं किसी लिए थोड़ा सुख मिल जाए, शांति मिल जाए, जीवन में आगे बढ़े, तीव्र पुरुषार्थ करें। तो बाबा कहता है ठीक है बच्चे, मैं तुमको वरदान देता हूँ, लेकिन साथ में 2 थैले देता हूँ, दूसरे की बुराई को पीछे रखना और अपनी बुराई को आगे रखना। लेकिन हम बाहर जाकर के क्या करते हैं, थैले को बदल देते हैं, पीछे के थैले को आगे करते हैं और आगे के थैले को पीछे करते हैं। അപ്പം നമുക്ക് സുഖവും ശാന്തിയും സമാധാനവും ഒക്കെ വേണമെന്ന് ബാബയോട് പറയുമ്പോൾ അല്ലേ, ബാബ 2 സഞ്ചി തരും. എന്നിട്ട് പറയും അല്ലേ, മറ്റുള്ളവരുടെ കുറവുകളുടെ സഞ്ചി പുറകിലിട്ടേക്കണം അല്ലേ, സ്വന്തം സഞ്ചി ഫ്രണ്ടിലിട്ടേക്കണം, സ്വന്തം കുറവുകളുടെ സഞ്ചി അല്ലേ. നമ്മളെന്ത് ചെയ്യും, ബാബ പറയുന്നതെല്ലാം കേട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കുറവുകളുടെ സഞ്ചി ഫ്രണ്ടിലിടും അല്ലേ, നമ്മുടെ കുറവുകളുടെ സഞ്ചി കൂട്ടിക്കെട്ടി ബാക്കിലിടും. इसलिए अगर आज से मुझे तीव्र पुरुषार्थ करना है, इस थैले का ध्यान रखो। आज से कभी भी पीछे रखना मतलब किसी को देखते हुए भी नहीं देखो। दूसरों को बदलने का ठेका बाबा का है और खुद को बाबा ने आपको ठेका दिया है खुद को बदलने का, लेकिन हम दूसरों को देखते रहे तो वो ऐसा करता है, वो ऐसा करता है। इसलिए पर चिंतन करने से हमारे पुरुषार्थ में एक प्रकार का ब्रेकर आता है, पुरुषार्थ ढीला होता है। इसीलिए अब यहाँ इस भट्टी से हमें पक्का करना है, मुझे किसी का परचिंतन नहीं करना। അതുകൊണ്ട് പരചിന്തനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമ്മൾ വളരെയധികം പിന്നിലോട്ട് പോകും. അത് കാരണം നമ്മൾ സ്വചിന്തനം ചെയ്യണം അല്ലേ. പരചിന്തനം എന്നുള്ളത് പുറകിലേക്കിടാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? കാരണം മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടിട്ട് നിങ്ങൾ കാണണ്ട, അവരെ ബാബ നേരെയാക്കിക്കൊള്ളും അല്ലേ. അതുകൊണ്ട് നിങ്ങളതൊന്നും കണ്ടിട്ടും കാണാതിരിക്കുക അല്ലേ. സ്വന്തം കുറവുകളെ പരിവർത്തനം ചെയ്യുക, സ്വപരിവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, സ്വദർശനം ചെയ്യുക അല്ലേ. അതിലൂടെ നമ്മളുടെ ആത്മ ഉന്നതി ഉണ്ടാകുന്നു. और वैसे तो भाई लोग भी करते हैं, लेकिन माताएं ज़्यादा ही थोड़ा परिचिंतन करते हैं. ഭായിമാരും പരിചിന്തനം ചെയ്യുന്ന കൂട്ടത്തിലാണ്, എങ്കിലും കൂടുതൽ പരിചിന്തനം എന്ന് പറയുന്നത് അമ്മമാരാണ്. क्योंकि माताओं में सहन शक्ति ज़्यादा है कम है? അമ്മമാരിൽ സഹനശക്തി കൂടുതലാണോ കുറവാണോ? माताएं सहन तो कर लेते, पति ने कुछ बोला थप्पड़ थोड़ी मारेंगे, चुप तो बैठेगी। लेकिन जैसा पति ऑफिस में या खेती में चला गया, पड़ोसने के बाद जाकर बैठेगी, फिर पूछेगी खाना खाया, अरे कही कि क्या खाओ, मेरे पति ने ऐसा बोला वैसा बोला। वो कहे कि मेरा भी कोई कम है क्या? वो अपने घर की सुना रहे, वो अपने घर, इसको कहते हैं परचिंतन അല്ലേ. അപ്പോൾ അമ്മമാർക്ക് സഹിക്കാനുള്ള ശക്തിയുണ്ട്. ഭർത്താവ് ഒരു അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടത്തില്ല, ആ സമയത്ത് മിണ്ടൊന്നുമില്ല. ഭർത്താവ് ജോലിക്കെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന് അല്ലേ, അവർ അവരുടെ ഭർത്താവിൻ്റെ കാര്യം പറയും, ഇവർ ഇവരുടെ ഭർത്താവിൻ്റെ കാര്യം പറയും അല്ലേ. ഒത്തിരി സഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവരുടെ കുറവുകളും ഭർത്താവിൻ്റെ കുറവുകളൊക്കെ പറയും. वो कभी कभी वो कहेगी भाई कभी कभी धमकाती हूँ, तुम भी कम नहीं करना, नहीं तो सिर पर बैठेगा, अभी से कंट्रोल में रख, नहीं तो फिर तुमको मुश्किल हो जाएगा। बस वो परचिंतन की बातें सुन के आई, सारा दिन वही चिंतन चलता है। शाम को आएगा धमकाऊंगी, मैं भी कोई कम हूँ क्या, मैं भी कुछ के अर्धांगिनी हूँ, बस चिंतन। जब शाम को आता है पानी मांगता है, कैसे देंगे, ले तेरे को हाथ नहीं, गुस्से से पानी दिया, खाना गुस्से से बनाया, कहाँ योग लगेगा? അപ്പോൾ അടുത്താൾ പറയും, ഇങ്ങനെ അടി മേടിച്ചോണ്ടിരിക്കൊന്നും വേണ്ട കേട്ടാ. അടി മേടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ഇനി അടി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അത് കാരണം താങ്കളുടെ പവർ ഒന്ന് കാണിക്കണം, എന്നെ വിട്ടുകൊടുക്കരുത് എന്നൊക്കെയായിരിക്കും ഈ പരചിന്തന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയിലെ ഉപദേശങ്ങൾ. അപ്പോൾ വൈകിട്ട് ഭർത്താവ് വരുമ്പോഴെന്താണ്, ഒരു ഗ്ലാസ് വെള്ളം തന്നെന്ന് പറയുമ്പോൾ ഇതാ വെള്ളം എന്ന് പറയും. പിന്നെ എന്താണ്, ആഹാരം പോലും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഒക്കെ. तो इसलिए माताओं को सहन शक्ति की देवी बननी है. जो सहन करता है पर चिंतन से मुक्त बनेगा. ആരാണല്ലേ അമ്മമാർ സഹനശക്തിയുടെ ദേവിയാകണം അല്ലേ. ആരാണ് സഹനശക്തിയുടെ ദേവതയാകുന്നത്, അവർക്ക് പരചിന്തനത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കുന്നു. क्योंकि जो परचिंतन करता है, किसी के दोष देखता है, याद रखना इस ज्ञान मार्ग से चला जाएगा. അതുകൊണ്ട് ആരാണോ പരചിന്തനം ചെയ്യുന്നത്, മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും ദോഷങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവർ ജ്ഞാനമാർഗത്തിൽ നിന്ന് തന്നെ പുറത്തു പോകും. കാരണം അവർക്ക് ധാരണ ചെയ്യാനും പുരുഷാർത്ഥത്തിൽ ഉയരാനും പറ്റില്ല. कहाँ आया था हरि भजन करने के लिए, उठने लगे कपास. क्या क्या हरि भजन करने के लिए आया था, लेकिन उठने लगे कपास. कपास मतलब रुई, कपास रुई को बोलते हैं. कपास एक कहावत है ये हिंदी में. അതെ, റൂയി മാലുമേ. അതായത് ഹരി 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 എന്ന് ഭജിക്കാനാണ് വന്നത്
അല്ലേ? അപ്പോൾ പക്ഷെ പുറത്ത് വരുന്നതെല്ലാം പഞ്ഞിയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ലത്. അത് ഒരു ചൊല്ലാണ് പറഞ്ഞത്, ചൊല്ല്. ഉസ്കാ മത്ലബ് ക്യാ ഹൈ? മത്ലബ് बताइए. मतलब वो हरि भजन करने के लिए आया था और रूई को लेकर के उसको बिनना शुरू कर दिया ऐसा. അതായത് ഹരിയെ ഭജിക്കാൻ വന്നതാണ്. പക്ഷെ ഭജിക്കുന്നതിൻ്റെ ഇടയിൽ എന്തുവാണ് ചെയ്യുന്നത്? എന്തുവാ ഈ പഞ്ഞി പറിച്ച് കളയുക. आए थे अपनी उन्नति करने के लिए, फिर फलानी बहन जी ऐसे वो ऐसे करे, वो चिंतन में लग गया. ബാബയുടെ അടുക്കൽ വന്നത് തൻ്റെ ആത്മ ഉന്നതി ചെയ്യാനാണ്, പരിവർത്തനം ചെയ്യാനാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണത്? ഈ ബഹൻജി ഇങ്ങനെ കാണിക്കുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു, ഇവരങ്ങനെയാണ്, ഇങ്ങനെ എല്ലാവരുടെയും കുറ്റവും കുറവും കണ്ടുകൊണ്ടിരിക്കുക. और वो धीरे धीरे बाबा कभी कभी ये भी कहता है, मेरे अच्छे अच्छे बच्चे थे, बहुत ज्ञान योग करते थे, सेवा भी बहुत करते थे, लेकिन वो आज है ही नहीं, चले गए. कहाँ चले गए, क्यों गए? उन्होंने यहाँ किसी के दोष देखे इसलिए चले गए. അപ്പോൾ അതായത് ബാബൻ പറയും, എൻ്റെ നല്ല കുട്ടിയായിരുന്നു, നന്നായിട്ട് മുരളി കേൾക്കുന്ന കുട്ടി, നല്ല യോഗം ചെയ്യുന്ന കുട്ടി, നല്ല സേവ ചെയ്യുന്ന കുട്ടി, ഇത്രയും നല്ല കുട്ടിയായിരുന്നു. ഇപ്പം യജ്ഞത്തിലില്ല, പോയി. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണുമ്പോഴേ നമ്മളുടെ പുരുഷാർത്ഥം പുറകോട്ട് പോകും. അവരിങ്ങനെയാണല്ലോ, നമ്മളും ഇവരിങ്ങനെയല്ല, ഇവർ ഇത്ര വർഷമായിട്ട് ഇങ്ങനെയല്ല എന്ന് നമ്മുടെ പുരുഷാർത്ഥം താഴേക്ക് പോയി, അവർ പോയി ബാബയെ വിട്ട്. क्यों गए? क्योंकि उन्होंने दूसरों को देखा. इसीलिए इस ज्ञान मार्ग में जैसे घोड़े को रेस में लगाते ना, दौड़ाते हैं, तो बाजू में दो कुछ बांधते हैं यहाँ. तो हम भी रेस के घोड़े हैं, इधर उधर नहीं देखो, सीधा अपने मंजिल तक देखो. അതെ, ഈ കുതിരപ്പന്തയത്തിന് വേണ്ടി കുതിരകളെ കൊണ്ടുപോകുമ്പോഴേ കുതിരയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അവിടെ എന്തെങ്കിലും കണ്ടാൽ അവിടെ നോക്കി നിൽക്കും, ഇവിടെ എന്തെങ്കിലും കണ്ടാൽ ഇവിടെ നോക്കി നിൽക്കും. പിന്നെ ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഈ രണ്ട് കണ്ണുകളിലും ഇങ്ങനെ കെട്ടും, അല്ലേ? ഇങ്ങനെ അടച്ചു കെട്ടും, ഇങ്ങനെ നേരെ മാത്രം നോക്കാൻ വേണ്ടിയിട്ട്, സൈഡ് സീനൊന്നും കാണരുത്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടും, അല്ലേ? എന്നിട്ടാണ് കൊണ്ടുപോവുള്ളൂ. അല്ലെങ്കിൽ ഈ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ട് അതിൽ സമയം കളയും, അതിൽ പോകും. അതേപോലെ നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ പാതയിലും നമ്മൾ എങ്ങനെയായിരിക്കണം? एक शिष्य था, रोज सत्संग में आता है. तो एक दिन गुरुजी ने कहा कि गुरुजी को कहता है, गुरुजी मुझे एक वरदान चाहिए. तो गुरुजी ने कहा, क्या वरदान चाहिए? कहते मेरे बारे में सबके दिल में क्या चलता होगा, ये मैं जानना चाहता हूँ. അല്ലെ, ഒരു ശിഷ്യനുണ്ടായിരുന്നു, എല്ലാ ദിവസവും സത്സംഗത്തിൽ വരുമായിരുന്നു. അപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് പറയും, എനിക്കൊരു വരദാനം വേണം. അതായത് അപ്പോൾ എന്ത് വരദാനം വേണ്ടതെന്ന് ചോദിക്കാൻ പറയും, എന്നെപ്പറ്റി മറ്റുള്ളവരുടെ ഉള്ളിൽ എന്താണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കൊന്ന് അറിയണമെന്ന്. तो गुरुजी ने कहा ठीक है. तो गुरुजी ने क्या किया, उस शिष्य को वरदान दिया, साथ में एक छड़ी दी. छड़ी मतलब मांत्रिक डंडा दिया. और जब भी किसी के दिल में तुम्हारे बारे में क्या चलता है ये जानना है, छड़ी को दिल में रखो, उस व्यक्ति का नाम लो तो पता चलेगा. तो वरदान दिया, छड़ी दी, शिष्य चला गया. അപ്പോൾ ഗുരു എന്ത് ചെയ്തെന്നറിയോ? നിനക്ക് ഈ വരദാനം തരാലോ എന്ന് പറഞ്ഞിട്ടൊരു മാന്ത്രിക ദണ്ട് കൊടുത്തു. അപ്പോൾ ഈ മാന്ത്രിക ദണ്ട് ഹൃദയത്തിൽ വെച്ചുകൊണ്ട്, അല്ലേ, എന്താണ്, ആ വ്യക്തിയുടെ പേര് വിചാരിച്ചാൽ മതി. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് എങ്ങനെയുള്ള ചിന്തകളാണ് നടക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. तो शिष्य को अचानक रास्ते में याद आया, पहले मैं गुरुजी की चेकिंग करता हूँ, गुरुजी के दिल में मेरे बारे में क्या चलता होगा. അപ്പോൾ എന്ത് ചെയ്തു? ശിഷ്യൻ ആദ്യം വിചാരിച്ചു, ആദ്യം ഗുരുവിൻ്റെ മനസ്സിൽ എന്താണ് എന്നെ പറ്റി നടക്കുന്നത് ആദ്യം മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. तो क्या करता है, छड़ी को रुक गया, छड़ी को दिल में रखा, गुरुजी का नाम लिया, तो थोड़ी सी छड़ी काली हो गई. तो उसको लगता अरे गुरुजी के अंदर मेरे बारे में कालापन है. तो इन गुरुजी को गुरुजी बना करके फायदा क्या, आश्रम में आना ही बंद कर दिया. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മാന്ത്രിക ദണ്ട് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഗുരുജിയുടെ പേര് പറഞ്ഞു. ഗുരുജിയുടെ പേര് പറഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ മാന്ത്രിക ദണ്ടിൽ നിന്നും കുറച്ച് ഭാഗം അടർന്നു പോയി, അല്ലെ? അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗുരുജിയുടെ മനസ്സിലും ഈ വ്യക്തിയെക്കുറിച്ച് വളരെ കറുത്ത കാര്യങ്ങളാണ്, എന്ന് വെച്ചാൽ നെഗറ്റീവ് കാര്യങ്ങളാണ്. ഗുരുജിയുടെ മനസ്സിൽ എങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്നുകൊണ്ട് സത്സംഗത്തിൽ വരുന്നത് നിർത്തി. एक दिन हो गया, 2 दिन हो गया, महीना हुआ, साल हुआ, 2 साल. तो एक दिन गुरुजी की नज़र गई अचानक एक उसकी जगह पर. उसको लगा रही है यहाँ एक आता था शिष्य, आजकल ये जगह खाली है, क्या बात है. तो गुरुजी उसके घर में पहुँच गए, पूछा कि क्या जी
आजकल आप सत्संग में नहीं आते। नहीं जी, आजकल गुरुजी मेरे घर में मेहमान आते हैं, मेरी तबीयत थोड़ी खराब है, आजकल कोरोना काल है, थोड़ा सा डर लगता है संगठन में जाने का, और बच्चों की परीक्षा है, थोड़ा खेती का काम है, कुछ ना कुछ बहाना सुनाता है। അപ്പോൾ ഗുരുജി എന്ത് ചെയ്തു? അപ്പം പിന്നെ ആളെ കാണുന്നില്ല. ഒരു ദിവസം കണ്ടില്ല, 2 ദിവസം വന്നില്ല, 1 മാസം വന്നില്ല, 6 മാസം വന്നില്ല, പിന്നെ 1 വർഷം വന്നില്ല. അങ്ങനെ 1 വർഷമായിട്ട് ഗുരുജിയുടെ സത്സംഗത്തിൽ ഈ വ്യക്തിയില്ല. അപ്പം പക്ഷേ ഗുരുജിയുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. പെട്ടെന്നൊരു ദിവസം ഗുരുജിക്ക് ആളുടെ ഓർമ്മ വന്നു, ആളില്ലല്ലോ സത്സംഗത്തിൽ എന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഈ കാണാനില്ലല്ലോ, കുറച്ച് നാളായില്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ആളുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നു. എന്താണ് താങ്കളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ എനിക്ക് പല അസുഖങ്ങളായിരുന്നു, അല്ല കുട്ടികളുടെ പഠിത്തം അല്ലെങ്കിൽ വേറെ പല പല ഒഴിവുകൾ കാര്യങ്ങളുണ്ട്, കൊറോണയൊക്കെ ആയിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നൊക്കെ ആൾ പറഞ്ഞു. गुरुजी ने कहा 6 साल से आते थे, आंधी आए, तूफान आए, कुछ भी हो जाए, बच्चों की कितनी परीक्षा हो गई तो भी आप आते थे। नहीं जी गुरुजी, नहीं, जरूर कुछ बात है। അപ്പോൾ പറഞ്ഞു, നീ 6 വർഷം ഇവിടെ വന്നതാണ്, അപ്പോൾ എന്ത് കുട്ടികൾക്ക് ഇതുപോലെ പരീക്ഷ വന്നിരുന്നു, ബാക്കി പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ, പരീക്ഷണങ്ങളൊക്കെ വന്നിരുന്നു, രോഗങ്ങൾ വന്നിരുന്നു, അപ്പോഴൊന്നും നീ വരാതിരുന്നിട്ടില്ലല്ലോ. ഇപ്പോൾ വരാതിരുന്നത് ഇതുകൊണ്ടൊന്നുമല്ല, വേറെന്തോ കാരണമുണ്ട് എന്ന് പറഞ്ഞു. फिर शिष्य कहता है, गुरुजी आपके अंदर मेरे बारे में कालापन है, जो छड़ी दिया ने मुझे देख लिया। अच्छा, गुरुजी ने कहा ये बात है क्या? അപ്പോൾ പറഞ്ഞു, അത് അപ്പോൾ ശരിയാണ് ഗുരുജി, കാരണം അങ്ങയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളുണ്ട്, എന്നെ പറ്റിയിട്ട് അങ്ങും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്, കാരണം ഈ മാന്ത്രിക ദണ്ഡിന് ഇങ്ങനെ സംഭവിച്ചിരുന്നു. അപ്പോൾ ഗുരുജി പറഞ്ഞു, അതാണോ കാര്യം? लेकिन गुरुजी ने कहा तुमने देखा कि तुम्हारे अंदर औरों के बारे में कितना कालापन है? कहा कि वो तो देखा नहीं। देखो, शिष्य ने छड़ी को दिल में रखा, अपना नाम लिया, पूरी छड़ी काली होगी, थोड़ी सी सफेद बन रही थी। അതായത് അപ്പോൾ ഗുരു പറഞ്ഞു, അത് ശരി, അപ്പോൾ നിൻ്റെ പേര് പറഞ്ഞിട്ടേ ഈ മാതൃക ദണ്ഡൊന്ന് വെച്ച് നോക്ക്, നിൻ്റെ ഉള്ളിൽ എന്തുമാത്രം മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ശിഷ്യൻ ഈ മാതൃക ദണ്ഡം എടുത്ത് സ്വന്തം ഹൃദയത്തെ വെച്ചിട്ട് സ്വന്തം പേര് പറഞ്ഞപ്പോഴേക്കും ആ മാതൃക ദണ്ഡം മുഴുവൻ ഇല്ലാണ്ടായി. तो अपनी काली देकर के शर्म आई, सिर झुकाया शिष्य ने। तो गुरुजी ने कहा कोई बात नहीं, मैं भी जब आश्रम में आया था मेरी भी छड़ी पूरी काली थी, लेकिन मैंने तपस्या करके, दूसरों की सेवा करके, दान पुण्य करके इतनी बची है, वो तो अभी मैं कर ही रहा हूँ। अगर तुम मेरे को देख करके नहीं आओगे, जो तुम्हारी सफ़ेद बन रहे वो भी काली हो जाएगी। അല്ലേ? അപ്പോൾ അതായത് ഇതാദ്യം കുറച്ച് കറുത്തു പോയി എന്നുള്ളതാണ് ആ മാന്ത്രിക ദണ്ഡ്. അത് ആൾ സ്വന്തം നോക്കിയപ്പോഴേക്കും മുഴുവൻ കറുത്തു പോയി. അപ്പോൾ എന്താണ് ഇദ്ദേഹം, ഇത് ഗുരു പറയും, അതായത് നീ വിഷമിക്കേണ്ട, എൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ ആത്മീയതയുടെ പാതയിലേക്ക് വരുന്നതിന് തപസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എൻ്റെയും ഈ മാന്ത്രിക ദണ്ഡ് ഫുൾ കറുപ്പായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ തപസ് ചെയ്തു, മറ്റുള്ളവരുടെ സേവനം ചെയ്തു, പുണ്യപ്രവർത്തികൾ ചെയ്തു. അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്തപ്പോഴാണ് പിന്നെ എൻ്റെ മാന്ത്രിക ദണ്ഡ് വെളുത്തതായി മാറിയത്. അതായത് എൻ്റെ ഉള്ളിലുള്ള കറുപ്പെല്ലാം നെഗറ്റീവ് എല്ലാം പോയത്. गुरुजी ने कहा मैं भी तो इंसान हुई, मैं तो भी तो कर रही है, वो निकल जाएगी, लेकिन तुम मेरे को देख करके नहीं आएगा, जो तुम्हारी सपेन बन रही वो भी काली हो जाएगी। फिर वो शिष्य भी बिल्कुल ये क्या, फिर कहता है गुरुजी, हाथ जोड़ के कहता है गुरुजी मैं कितनी भूल करने जा रहा था। कहा कि कोई बात नहीं, बड़ों की कमज़ोरी मत देखना। तो दोबारा शिष्य आश्रम में आना शुरू हो जाता है। ये कहानी किसी और की नहीं, ये हमारी अपनी कहानी അല്ലേ? അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ആ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടപ്പോഴാണല്ലോ ആ മാന്ത്രിക ദണ്ഡ് കറുത്തു പോയത് അല്ലേ? അപ്പോൾ സ്വന്തം ഉള്ളിൽ ഇത്രയും കുറവുകളുണ്ട്. അപ്പോൾ ഈ കുറവുകളിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും മുക്തമാകാൻ പറ്റും. തപസ് ചെയ്താലും, സേവനം ചെയ്താലും, പുണ്യപ്രവർത്തികൾ ചെയ്താലും, അല്ലേ, സാധന ചെയ്താലും നമുക്ക്, അല്ലെ, പുരുഷാർത്ഥം ചെയ്താൽ നമുക്കത് മാറ്റാൻ പറ്റും. അത് ഗുരുജി പറഞ്ഞ് ഞാൻ അങ്ങനെ മാറ്റിയതാണ്, അതുപോലെ നിനക്ക് നിന്നെ പരിവർത്തനപ്പെടുത്താൻ പറ്റും. അല്ലാതെ നീ ആ കുറവുകൾ കണ്ടിട്ട് നീ വരാതിരിക്കുന്നതല്ല, സത്സംഗത്തിലേക്ക് വരാതിരിക്കുന്നതല്ല ശരി എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ പോകുകയായിരുന്നു ഗുരുജി, എന്നോട് ക്ഷമിക്കണം, ഞാൻ പരിവർത്തനപ്പെടാം എന്ന് പറയാണ്.